അയ്യമ്മ ഹൈ ഹൈ. ഞാനൊന്ന് മാറ്റി പിടിക്കണമെന്ന് എല്ലാരും പറയട്ടാ. ഹായ് എന്ന് മാറ്റാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുതിയൊരു ഇതിട്ടത്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതേ ഒരു ചെറിയൊരു കാര്യം വലുതായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യത്തിൽ ചെറിയ കാര്യമൊന്നുമല്ല, വലിയൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു റീലാ പോസ്റ്റ് ചെയ്തത്. അതായത് നമ്മൾ ഈ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു വർഷമാകുമ്പോ തന്നെ ചോദിച്ചു തുടങ്ങും. സ്വാഭാവികമായിട്ടും ഒരു 2-3 വർഷം കഴിഞ്ഞാ പിന്നെ പറയണ്ട. ഇത് എന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ 6 വർഷമായി. ഇപ്പൊ ജൂൺ 24-ന് എന്റെ വെഡിങ് ആനിവേഴ്സറിയാ. അപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമാവും. അപ്പൊ ഞാൻ ഇതുവരെ ക്യാരിങ് ആയിട്ടില്ല. ആഹ് എന്താണ് കുട്ടികളുണ്ടായിട്ടില്ല. അപ്പം സത്യത്തിലുണ്ടല്ലോ, നമുക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദമാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ആഹ് പോരായ്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാ, ഞാനിതുവരെ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല. പ്രിപ്പയർ ആയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാ, ആം വീടില്ല, സ്ഥായിയായിട്ട് ജോലിയില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാ സാലറി ഒന്നും നമുക്ക് വലിയൊരു സാലറി ഒന്നും കിട്ടുന്നില്ല. പിന്നെ എന്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ വെൽഡറാണ്. പുള്ളിക്കാരന് ഈ ഒരു ഡിസംബറില് കാലിന് ഒരു ആക്സിഡന്റ് ആയിട്ട് സർജറി ഒക്കെ ആയി. നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന സേവിങ്സ് ഒക്കെ ആ സർജറിയോട് കൂടി അങ്ങ് തീർന്നു പോയി. പിന്നെ നമ്മളെ സേവിങ്സും സംഭവങ്ങളും ഒന്നുമില്ല. പുള്ളിക്കാരന് ഇതുവരെയും ജോലിക്ക് പോകാൻ പറ്റിയിട്ടുമില്ല. അപ്പം നമ്മളെ ഒരു ചെറിയ വരുമാനം കൊണ്ടാ നമ്മള് ജീവിക്കുന്നത്. ആഹ് നമ്മള് ഒരു ഒറ്റയ്ക്കൊരു വീടെടുത്തിട്ടാണ് നമ്മള് താമസിക്കുന്നത്. അത് എന്റെ വീട്ടുകാര് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഒറ്റയ്ക്കൊരു വീടെടുത്താ നമ്മള് താമസിക്കുന്നത്. അപ്പം നമ്മള് അത്രയൊക്കെ ബുദ്ധിമുട്ടിലൂടെ പോന്നവരാ. പിന്നെ ഞങ്ങൾ ഇതുവരെയും ഞങ്ങള് എന്തുവാ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മള് അങ്ങനങ്ങ് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്താണ്, നമ്മൾ ഇതുവരെ ഉണ്ടായ ഒരു കുട്ടിയും നമ്മൾ അങ്ങനെ നശിപ്പിച്ച് കളയോ അബോർഷനോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല. ഇതിപ്പോ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ച് വിഷമമുണ്ട്. ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവാ. ഇപ്പം ഈവൻ ഫാമിലിയിലുള്ളവര് ഏറ്റവും അടുത്ത ആൾക്കാര് പോലും ആഹ് ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയ ഒരു കേസ് നമ്മളിപ്പം ആരോടെങ്കിലും പറയുക, ആരെങ്കിലും നമ്മളെ അടുത്ത കൂട്ടുകാരോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ ഇപ്പൊ നമ്മള് ഭയങ്കര സന്തോഷത്തോടെ അവള് പ്രഗ്നന്റ് ആയി കേട്ടോ എന്ന് പറയുമ്പോ പോലും ഉണ്ടല്ലോ, ആഹ് നമ്മളെ എന്തോ നമ്മളെന്തോ വലിയ പാതകം ചെയ്തവര് ആ ഒരു രീതിയിലാ കാണുന്നത്. പക്ഷെ നമ്മൾ പ്രിപ്പയർ ആയോന്ന് ആരും ചോദിക്കുന്നില്ല. ആഹ് എന്തേലും ആർക്കാ കുഴപ്പം ഇതാ ചോദിക്കുന്നത്. ദൈവം സഹായിച്ച് ഇതുവരെ നമ്മള് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ദൈവം സഹായിച്ച് ഞങ്ങക്ക് 2 പേർക്കും ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ് ആളുകളുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആഹ് ഇത് ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ അതിട്ട്. അപ്പൊ അയിന്റെ ഒരു ബേസിൽ ഞാൻ പറഞ്ഞന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നീടുള്ള കാര്യങ്ങള് വളർത്താൻ യോഗ്യതയില്ലാത്തവര് ഉണ്ടാക്കരുതെന്ന് പറയും. പച്ചയ്ക്ക് പറഞ്ഞാ അങ്ങനെ പറയും. ആഹ് അപ്പൊ വളർത്താൻ നമുക്ക് ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വേണോന്ന് ചോദിച്ചാ വേണം, വേണ്ടേന്ന് വെച്ചാ വേണ്ട. ആ ഒരവസ്ഥയാണ്. ഒരാളുടെ അവസ്ഥ വേറൊരാൾക്ക് പറഞ്ഞാ എത്രത്തോളം മനസ്സിലാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. ആഹ് ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ഈ മറ്റുള്ളവര് പറയുന്നത് നമുക്ക് കേക്കാം. പക്ഷെ നമ്മുടെ ഈ അടുത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പറയുന്നതാണ് നമുക്ക് വിഷമം. നമുക്ക് ഭയങ്കര ഒരു വിഷമമാ. നമ്മളും കൂടെ നമ്മളെ തന്നെ അങ്ങ് വെറുത്തു പോകുന്ന ഒരവസ്ഥയാ. ഇപ്പം എന്റെ കേസ് മാത്രമല്ല, ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പൊ അവർക്ക് കൂടി വേണ്ടിയിട്ട് ഞാൻ ചെയ്യുവാണ്. ഈ അവർക്കൂടെ വേണ്ടിയിട്ടാണ്. പ്ലീസ്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഉം? ഞങ്ങളെ പ്രസവിപ്പിച്ചിട്ട് ഞങ്ങളെ പെറ്റ് കിടക്കുന്ന കാണാനാ? അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും കിട്ടുവോ? ഒന്നും കിട്ടത്തില്ലല്ലോ. കിട്ടത്തില്ലല്ലോ. ഇത് നമ്മൾ പെറ്റിട്ട് കഴിഞ്ഞാൽ നമ്മൾ വളർത്തണ്ടേ? നിങ്ങൾ ആരെങ്കിലും വന്ന് വളർത്തുവോ? വളർത്തത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ സംസാരിക്കണ്ട. ഇത് സംസാരിക്കുന്നവർക്ക് വേണ്ടി പ്ലീസ്, എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. പ്ലീസ്, നിങ്ങളുടെ തള്ളയ്ക്കും നിങ്ങളുടെ തള്ളയുടെ തള്ളയ്ക്കും ഇത് കാണിച്ചു കൊടുക്കുക. ഉം
ഈ ആണുങ്ങള് ഭാഗ്യത്തിന് ഇവരാരും നമ്മള് ഇനി ഹസ്ബൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരി എനിക്ക് വിഷമമാന്ന് പറഞ്ഞ് വന്ന് പറയാറില്ല. പക്ഷേ എന്റെ അടുത്ത് അങ്ങനെ അവര് പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങള് തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എന്റെ അധ്യാപകരുണ്ട്. ആം, അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ട്ടോ. നമ്മുടെ കൊളീഗ്സ് അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ഒരു സ്റ്റാൻഡ് ആവൂ. എന്നിട്ട് ബാക്കിയുള്ളത് എന്ന് വിവരമുള്ളവരങ്ങനെ സംസാരിക്കും. വിവരമുള്ളവര് അതിനെ തിങ്ക് ചെയ്തിട്ട് ഉം പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ വിവരമില്ലാത്ത കുറെ വൃത്തികെട്ട ആൾക്കാരുണ്ടല്ലോ. ഒരു പണിയില്ലാത്തതുങ്ങള്. ഇത് ഇവർക്കാണ് കുഴപ്പം. അതുകൊണ്ട് പ്ലീസ്. ഓക്കെ. താങ്ക് യു.